ഈ വർഷം MBBSന്റെ ഫലം വരുമ്പോൾ ചെറുപുഴ പ്രദേശം ഏറെ അഭിമാനത്തിലാണ്. കാരണം 4ഓളം MBBSകാരാണ് ഇത്തവണ നമ്മുടെ നാട്ടിൽ നിന്ന് പാസ്സായിരിക്കുന്നത്. പ്രാപ്പോയിൽക്കാരിയായ സജ്ന, കോക്കടവ് സ്വദേശിയായ മറിയ ജോസഫ്, ചെറുപുഴക്കാരിയായ ഷാരോൺ വർഗീസ്, പാക്കഞ്ഞിക്കാട് സ്വദേശിയായ ആഷ്ലി ആൻ തോമസ് എന്നീ മിടുക്കികളാണ് മികവാർന്ന വിജയം കാഴ്ചവെച്ച് നാടിന് തന്നെ അഭിമാനമായത്. ചെറുപുഴ പാക്കഞ്ഞിക്കാട് സ്വദേശിയായ തോമസ് കറിയയുടെയും അന്നമ്മയുടെയും മകളായ ആഷ്ലി ആൻഡ് തോമസ് MBBS ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയം വരിച്ചിരിക്കുകയാണ്. ചെറുപ്പം മുതലുള്ള കാർഡിയോളജിസ്റ്റ് ആവണമെന്ന സ്വപ്നം പൂവണിയാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു നമുക്ക് ചുറ്റും എന്ന പരിപാടിയിലൂടെ ആഷ്ലി ആൻഡ് തോമസിനെ. നമസ്കാരം. നമ്മുടെ മലയോര മേഖലയിൽ ഇപ്പം നിരവധി കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾക്ക് MBBSന് നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും വിജയം വരിക്കാനും സാധിച്ചു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മുടെ പേര്? എൻ്റെ പേര് ആഷ്ലി ആൻഡ് തോമസ്. ഞാനിവിടെ ചെറുപുഴ പാക്കഞ്ഞിക്കാട് സ്വദേശിയാണ്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്നുള്ളത്. എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും നാട്ടിലെ എല്ലാവരുടെയും ഒത്തിരി കാലത്തെ പ്രതീക്ഷയാണ് ഇങ്ങനെ ഒരു ഡോക്ടർ ആയി തീരുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഇതിലെത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പഠിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 7ാം ക്ലാസ് വരെ ചെറുപുഴ JMUP സ്കൂളിലാണ് പഠിച്ചത്. പിന്നീടുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസം പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. പിന്നെ +1 +2 ആയ സമയത്ത് കൂടുതൽ എൻട്രൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പാലായിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. അതുപോലെ തന്നെ ബ്രില്യൻ കോച്ചിങ് സെന്ററിൽ ഒരു കൊല്ലം കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സംശയം, ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഈ മേഖല ഒന്നാമത്തെ കാര്യം അതൊരു നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു മേഖലയാണ്. അതിനൊപ്പം തന്നെ പ്രൊഫഷണൽ രംഗത്ത് വളരെ നല്ലൊരു ടീച്ചർ, എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ നല്ലൊരു മേഖലയാണ് ഡോക്ടർ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇതുണ്ട്, സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരിക്കലും അത്തരത്തിലുള്ളൊരു വലിയ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്, നമുക്കൊന്നും സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പരിശ്രമിച്ചാൽ ആർക്കാണെങ്കിലും ആ രീതിയിൽ എത്തിത്തരാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം തൊട്ടേ മനസ്സിൽ ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണെങ്കിലും എൻട്രൻസ് പോയപ്പോഴാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പൊ ഈ മേഖലയിലേക്ക് മോള് കടന്നു വന്നപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടുകാരെ ആദ്യം തൊട്ടേ എനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിന് പോവാന്നുള്ള പോലെ ആയിരുന്നു. അല്ലാതെ നീ അത് പഠിക്കണം, ഈ കോഴ്സിന് പോകണം എന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തപ്പോൾ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് തന്നെ വീട്ടിന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മറ്റു ബന്ധുക്കളാണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ഇഷ്ടമുള്ള വഴി എന്താണോ അത് തിരഞ്ഞെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു എല്ലാവർക്കും ഉള്ളത്. അമ്മ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു? അമ്മ ചെറുപുഴ ഹെൽത്ത് സെന്ററിലെ ആശാ വർക്കറാണ്. അച്ഛൻ ഇപ്പോ ചെറുപുഴ രുചി ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മച്ചി സഹോദരങ്ങളും കൂടാതെ മറ്റാരെങ്കിലും കുടുംബം ഒന്നിച്ചുള്ള താമസമാണോ അതോ വേറെയാണോ നിങ്ങൾ താമസം? അല്ല, ഞങ്ങള് ഒരുമിച്ചാണ്. അപ്പച്ചനും അമ്മച്ചിയുണ്ട്, പിന്നെ പപ്പയും അമ്മയുണ്ട്. ഈ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇനി ഇതിന് മുന്നോട്ടുള്ള പഠനം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട്? എനിക്ക് പണ്ട് തൊട്ടേ കാർഡിയോളജിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ അതിനു മുന്നേ ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലം ഹൗസ് സർജൻസി ചെയ്ത് തീർക്കണം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തന്നെ. അതിനുശേഷം മെഡിസിനിൽ PG എടുക്കണം എന്നുണ്ട്. MD എടുത്തതിന് ശേഷം പിന്നെ കാർഡിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് നാട്ടിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് തീരണം എന്നാണ് ആഗ്രഹം. നാട്ടിൽ തന്നെ സേവനം ചെയ്യുക, നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എന്തായാലും നമ്മൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേരുകയായിരുന്നു. A1 വാർത്താ ചാനലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മോളെ കാണാൻ വന്നത്. അപ്പം ഞങ്ങൾ ജനങ്ങളുടെ കൂടെ ഈ നാട്ടിലെ ആളുകളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. മോൾക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഓക്കെ. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ.
ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985242140. മൊബൈൽ 6238064141.